നിനക്ക് കിട്ടിയതൊന്നും പോരെ? പോരാ. ഒരു 25,000 കൂടി തരുവാ എന്നെ പേട്ടാ, പ്ലീസ്. 25,000 പറഞ്ഞുറപ്പിച്ച 50,000 ഞാൻ എണ്ണി തന്നതല്ലേ? തന്നതാണ്. പിന്നെ എന്തിനാടാ ഇനിയും കാശ്? അമ്മേ, നാട്ടുകാരുടെ മുന്നിൽ നിനക്ക് പട്ടി ഷോ കാണിക്കാൻ വേണ്ടി ഒരു കുഞ്ഞു ഫേക്ക് ഇടിന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കാണടാ, കാണ്. ഇതെന്ത് പറ്റി? എഞ്ചി പറ്റിയെന്നാ. ഇത് കവലയ്യ സോങ്ങിന് ഡാൻസ് കളിക്കാൻ വേണ്ടി കെട്ടിവെച്ചതല്ല. പിന്നെ നിങ്ങളുടെ ചവിട്ടിന്റെ ടൈമിംഗ് തെറ്റിയോണ്ട് പറ്റിയതാ. ഡെയിലി ഒഴിച്ചിലിന് 1,500 രൂപ വേണം. ഇത് ചക്കരയുടെ ടൈമിംഗ് തെറ്റിയത്. ഇത് സിന്റപ്പന്റെ ടൈമിംഗ് തെറ്റിയത്. ഓ, ഭാഗ്യത്തിന് എന്റെ ടൈമിംഗ് മാത്രം തെറ്റില്ല. നീ കാരണമാണ് ഏറ്റവും കൂടുതൽ ഡാമേജ് ഉണ്ടായത്. എങ്ങനെ? പാവന്റെ അനിയൻ കല്യാണം മുടങ്ങി ഹോസ്പിറ്റലിലാണ്. അവന്റെ കവച കൊണ്ടുള്ള അടിച്ച് നശിപ്പിച്ചോളാം. മാറി നീ എന്താ? പോകാ വീട്ടിലമ്മച്ചി തനിച്ചാണ്. ടീം എന്താണ് കരിവാരി തേച്ച് ഈ കൊലത്തില്? നമ്മ പ്രശാന്തിന്റെ സലാറച്ചൂല് ജൂനിയർ ആർട്ടിസ്റ്റ് അഭിനയിക്കാൻ പോയതാണ്. പക്ഷെ പോയിട്ട് അപ്പൊ തന്നെ പറഞ്ഞു വിട്ട്. പറഞ്ഞു വിട്ടാ? അതെന്തിനാ? പിന്നെ ഡയറക്ടർ കയറി ടീമെന്ന് വിളിച്ച അയാൾ പറഞ്ഞു വിടൂലേ? മതി മതി, വെറുതെ സംസാരിച്ച് നിൽക്കാതെ പറഞ്ഞുറപ്പിച്ച പൈസ തരാൻ നോക്ക്. തന്നില്ലെങ്കിലോ? അത് തന്നെ, കൊടുക്കണ്ട എന്റെ പേട്ട. മിസ്റ്റർ ആൻഡപ്പൻ, നിങ്ങൾ ഉണ്ടാക്കിയ സകല ഇടിയും ഉഡായിപ്പാണെന്ന് ഞാൻ നാട്ടുകാരുടെ മുഴുവൻ വിളിച്ചു പറയും. അപ്പോഴോ ഹായ് ക്യാഷ്. കൊടുത്തോ. താങ്ക് യു ആൻഡപ്പേട്ട. ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ മറക്കണ്ട. പിന്നെ ടൈമിംഗ് തെറ്റുന്നത് ഒരു വിഷയമേ അല്ല. ഓക്കെ ആൻഡപ്പേട്ട. ടീമേ, നിനക്കിട്ട് വെച്ചിട്ടുണ്ടാ. പ്രശാന്ത് ഇത് പോണേ പോട്ടെ, നമുക്ക് ഓമർ ലുലു ഉണ്ട്. നശിച്ചു പോട്ടെ. കുട്ടാപ്പി, come on. മമ്മിയാകെ ടെററാണല്ലോ. അത് മമ്മിയുടെ കസിൻ ഷെർലാൻഡേയും ഫാമിലിയും കൂടി ഇന്നലെ നമ്മുടെ റിസോർട്ടിൽ വന്ന് താമസിച്ചില്ലേ? വിത്ത് 40% ഡിസ്കൗണ്ട്. അവരെ മുട്ടടിച്ചോന്ന് പറഞ്ഞ് മമ്മീനെ ഫാമിലി ഗ്രൂപ്പിലിട്ട് ആന്റി റോസ്റ്റ് ചെയ്ത്. അലോഷേ, നമ്മുടെ റിസോർട്ടിൽ മൂട്ടുണ്ടോടാ? മൂട്ടേ? നമ്മുടെ റിസോർട്ടിലാ? ഇത് എന്തുവായി പറയുന്നത്? അവിടെ മൂട്ടയെങ്ങൂല്ല. അതുപോലെ എലിയും കടിച്ചായിരിക്കും, അല്ലെങ്കിൽ പഴുതാരാവാനേ വഴിയുള്ളൂ. മൂട്ടയില്ല. അത് മാത്രല്ല, കുളിക്കാൻ വേണ്ടി പൈപ്പ് തുറന്നപ്പോ എന്താ വന്നേന്നറിയോ? ചെളിവെള്ളം. അയ്യോ, പച്ചക്കള്ളം. അവിടുത്തെ മോട്ടർ കത്തിപ്പോയിട്ട് മാസങ്ങളായി. ആ ടാങ്കിനകത്തെ ആഴ്ചകളായിട്ട് ഒരു പൂച്ച പറ്റി പെരുകി കിടക്കുക. ഇനി പൂച്ച എങ്ങാനും മൂത്രം ഒഴിച്ച് ടാങ്ക് നിറച്ചാണോ? അങ്ങനെ നിറയോടാ? ഇത് മനഃപൂർവ്വം മേരി ചേച്ചിനെ ടാർഗറ്റ് ചെയ്തേക്കണം അല്ലേ? ചേച്ചിയോടുള്ള അസൂയാണ്. മേരി, റിസോർട്ടിന്റെ ശോചനീയ അവസ്ഥയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, പിന്നെ എന്തിനാ അവർ അങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അങ്ങനെയെങ്കിലും രണ്ടാള് കേറട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഇത്ര അതപ്പതിച്ച് കിടക്കുവന്ന് ഞാൻ അറിഞ്ഞോ? മേരി, എന്താ ഇതിലും ശോകമാണ് അവസ്ഥ. എന്താ, നമുക്ക് ഈ റിസോർട്ട് ഒന്ന് റെനോവേറ്റ് ചെയ്ത് കുട്ടപ്പനാക്കി എടുക്കണ്ടേ എന്റെ മേരിക്ക് വേണ്ടി? ചാട്ട എങ്ങോട്ടാന്നൊക്കെ എനിക്ക് മനസ്സിലായി. അതെ, സ്വർണ്ണായിട്ട് ആകെ കയ്യിലുള്ളത് ഈ 2 വളയാ. ഇതും കൂടി കൊണ്ട് പണയം വെച്ചാ പിന്നെ എന്തിട്ട് ഞാൻ പുറത്തിറങ്ങി നടക്കാനാ? നിങ്ങൾ പറ. ഇതിലും കിടലൻ ഡിസൈനുള്ള ഈ വളയിട്ട് നടക്കാം. ഗോൾഡാ? ഗോൾഡാണ്, റോൾഡ് ഗോൾഡ്. അപ്പൊ ഇത് വേണ്ടേ? എനിക്കൊക്കെ വേണ്ട. അത് നിങ്ങളുടെ മറ്റോക്ക് കൊണ്ട് കൊടുക്കുക. ഓക്കെ ഓക്കേന്നാ? എന്തോക്കെ? ആർക്കാ നിങ്ങക്ക് വള കൊടുക്കണ്ടേ? ആർക്കാ കൊടുക്കണ്ടേന്ന് ഒന്ന് പറഞ്ഞേ. അത് ഞാനൊരു ഫോണിലങ്ങ് പറഞ്ഞു പോയതാ മേരി. എനിക്കങ്ങനെ മറ്റോളൊന്നും ഇല്ല. അതിങ്ങ് തന്നെ. നിങ്ങളെ എനിക്ക് തീരെ വിശ്വാസമില്ല. പഠിക്കാൻ മണ്ടനായിരുന്ന നിങ്ങളെ പണ്ടൊന്ന് വിശ്വസിച്ചു പോയതിന്റെ ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നേ. ഇനി നിങ്ങളുടെ ഒരു അവിഹിതം കൊണ്ട് താങ്ങാനുള്ള കരുത്തൊന്നും തൽക്കാലം എനിക്കിപ്പോ ഇല്ല. അവിഹിതോ? എന്റെ പൊന്നു മേരി, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഈ ജന്മത്തിൽ ഇതുവരെ മേരി അല്ലാതെ വേറൊരു പെൺകുട്ടിയെ പോലും ഞാൻ നോക്കിയിട്ടില്ല. സത്യം.
സത്യം. ശ്ശെ. റിച്ച് ലൈഫിൽ നിന്ന് എന്നെ പിച്ച ലൈഫിലോട്ട് തള്ളിവിട്ട പെരട്ട തന്തേ, ഷുഗർ ഡാഡി ഇല്ലോണപ്പാ. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല മോനെ. വേണമെങ്കിലേ എന്റെ മോനും സൂചിച്ചോ. എങ്ങനെ ഡാഡി ചെയ്തതുപോലെ എല്ലാം വിറ്റ് തൊലച്ചിട്ടോ? എല്ലാം വിറ്റ് തൊലച്ചിട്ടില്ലല്ലോ. വീടും റിസോർട്ടും ബാക്കി വെച്ചിട്ടില്ലേ നിനക്ക് വിറ്റ് തൊലയ്ക്കാൻ? മരിക്കുന്നതിന് മുമ്പേ എന്റെ മമ്മി അതെന്റെ പേരിൽ എഴുതി വെച്ചോണ്ട് സേഫായി. ഇല്ലെങ്കിൽ നിങ്ങളതൊക്കെ വിറ്റ് വല്ല ടൂറിനും പോയെന്നെ. വേണമെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ മൂകാംബികയ്ക്കാണെന്ന് കള്ളം പറഞ്ഞ് എനിക്ക് പോകായിരുന്നു. ഞാനത് ചെയ്തോ? എല്ലാം ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ? ദാ ഇതെല്ലാം നിന്റെ സ്റ്റെപ്പ് മദേഴ്സ് ആണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ? സ്റ്റെപ്പ് മദേഴ്സോ? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എക്സ്ക്യൂസ് മീ, ഒന്ന് മാറൂ. സോറി ഫോർ മൈ സൺ. സുസന്ന, ജുവാന, അലീസിയ, ബെല്ല കോസ്ത. പണ്ടങ്ങാണ്ട് ഡാഡി ഉപേക്ഷിച്ചു പോയ മദാമ്മമാരുടെ പേര് ഓർമ്മയുണ്ട്. എന്റെ മോളുടെ പേര് ഓർമ്മയുണ്ടോ ഡാഡി? ഓർമ്മയുണ്ടല്ലോ, ആര്യൻ. ഞാനല്ലേ ആ പേരിട്ടത്. ഒരു ക്രിസ്മസ് രാവിൽ എന്നോട് വിട പറഞ്ഞു പോയ പോളണ്ടുകാരി ഗേൾഫ്രണ്ടിന്റെ പേരാത്. ആര്യൻ അന്ന അഗ്വര. അത് ഫോട്ടോഷോപ്പാണെന്ന് മണ്ടന് മനസ്സിലായിട്ടില്ല. കോഴി തന്ത. ഒന്ന് കസോള വരെ പോണം. കസോള അതെവിടെയാണ്? ഓ, അതറിയില്ലേ? ഹിമാചലിന്റെ മടിത്തട്ടിലെ ഒരു പ്രാന്ത ഓ, പ്രദേശം. ഭ്രാന്തന്മാരുടെ സ്ഥലമാണല്ലേ? ഫിലിയോ ബും പാസോ. താങ്ക് യു. എന്താ സംഭവം? അത് നിന്റെ തന്തക്ക് വിളിച്ചാടാ. നിനക്ക് സ്പാനിഷ് ഒക്കെ അറിയോ? ആ വിളിയുടെ മീറ്റർ കേട്ടപ്പോഴേ മനസ്സിലായി. യു ആർ റൈറ്റ് ബേബി. കർത്താവിന്റെ കൃപ കൊണ്ട് നമ്മുടെ ജെട്ടിക്കച്ചവടമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? നിന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് റോക്കി, ഷഡ്ഡി ബിസിനസ്സിൽ നീ ശോഭിക്കുന്നു. അത് ശരിയാണോ? പൊന്നി ക്ലാസ് കിട്ടിടന്ന ഞാൻ വരെ ഇവന്റെ ചെട്ടിയാണ് ഇപ്പിടുന്നത്. ഇവന്റെ ജെട്ടി നീ ഉപയോഗിക്കണം. ആ റോക്കി ചെട്ടികൾ. ആ ജോക്കിക്ക് ഒരു എതിരാളി, അതാണ് നമ്മുടെ റോക്കി. പിന്നെ അച്ഛനൊന്ന് റെക്കമെൻഡ് ചെയ്യുവാണെങ്കിൽ ഈ ഇടവകയിലുള്ള എല്ലാവരും എന്റെ ജെട്ടി തന്നെ ഇടും. കുർബാനൊക്കെ വിളിച്ചു പറയാം. ശ്രീവാച്ചോ, യെസ്, നമ്മുടെ അല്ലേ ഇടല്ലോ? ഞാൻ വിത്തൗട്ടാ. അച്ചോ, അച്ചോ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഈശോനെ സ്തുതിച്ചിട്ടോ എന്നെ സുഖിപ്പിച്ചിട്ടോ ഒരു കാര്യമില്ല. എൻ്റെ കയ്യിലിരിപ്പ് നന്നാവണം. എന്ത് പറ്റി അച്ചോ? ഞങ്ങളിപ്പോ ഫുൾ ഡീസന്റ് ആണല്ലോ. ആ അച്ഛൻ നന്ന ജപമാലിട്ടതിന് ശേഷം ഞങ്ങള് തല്ലക്ക് നിർത്തി നല്ല ഇടയന്മാരായിട്ട് ജീവിക്കുക. ഞാനും നല്ല ഇടയനയച്ചോ. കണ്ടോ കൊന്ത ബാറിൽ വെച്ച് മറന്നുപോയി. ബാറില്ല, കൂൾ ബാർ. അച്ചോ, ഇവന്മാരോട് ആദ്യം ആക്ടിങ് നിർത്താൻ പറ. എന്നിട്ട് കാവടിക്ക് അടി ഉണ്ടാക്കിയതിന്റെ എക്സ്പ്ലനേഷൻ തരാൻ പറ ഈ തൃക്കാവടികളോട്. തൃക്കാവടി നിന്റെ തന്ത ചൊക്ലി മാത്രടാ പന്നി. വേണ്ട അച്ചോ, ഇത് പള്ളി കമ്മിറ്റിയുടെ മാത്രം പ്രശ്നമല്ല, എന്റെ അന്തസ്സിനെയും മാന്യതയും ബാധിക്കുന്ന പ്രശ്നം കൂടിയാണ്. അത് റോക്കി പറഞ്ഞത് ശരിയാ. പൂരത്തിനടി, പെരുന്നാളിനടി, കാവടിക്കടി. നിങ്ങൾ ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോയി അടി ഉണ്ടാക്കുമ്പോഴേ നാട്ടുകാർ പറയണത് മേക്കാട്ടുകുളത്തെ ചെക്കൻ അടി ഉണ്ടാക്കി, മേക്കാട്ടുകുളത്തെ ചെക്കൻ അടി ഉണ്ടാക്കി എന്നാണ്. മേക്കാട്ടുകുളത്തെ ചെക്കൻ എന്ന് പറയുമ്പോ തല്ലുണ്ടാക്കിയ ഫൈറ്റർ ഞാനാന്നല്ലേ നാട്ടുകാർ വിചാരിക്കുള്ളൂ. നീ ആണെങ്കിൽ തല്ലിന്നല്ല തല്ല് വാങ്ങിക്കൂട്ടിന്നായിരിക്കും നാട്ടുകാർ വിചാരിക്കുക. അത് കറക്റ്റാ. എടാ, ഞാൻ ഡബിൾ ബ്ലാക്ക് ബെൽറ്റ് ആന്നുള്ളത് കമ്മിറ്റിയിലും പള്ളിയിലുള്ള എല്ലാവർക്കും അറിയാടാ. സംഭവനെ കട്ടാക്കിയ കുനി ഇതെന്തോന്ന് തിരുവാരാളിയാ? ധൈര്യം നീയൊക്കെ റോക്കി ബായ തൊട്ട് നോക്കടാ. അതെ തൊട്ട് നോക്കടാ. ബൈ, വണ്ടി പോയി നെഞ്ചൊക്കെ എടുത്തിട്ട് വന്നാലോ? ഒറ്റയ്ക്ക് രക്ഷപ്പെടാനല്ലേ വേണ്ട, ഇവിടെ നില്ലേ. അടുക്കരുത്, ഞാൻ കളരിയാണ്. കണ്ടിട്ട് കുത്തു നീ. മതി. ഇവിടെ കയ്യാങ്കളിയൊന്നും വേണ്ട. അതന്നെ എനിക്കും പറയാനുള്ളത്. അച്ചോ, ഈ ആന്റപ്പന്റെ കാര്യം അത്ര വലിയ വിഷയാക്കണ്ട. ഇവന്റെ അപ്പനെ അപേക്ഷിച്ച് നോക്കുമ്പോ ഇവൻ ഭേദല്ലേ? ഭേദം ഏതല്ലേന്നാ ഈ ആന്റപ്പേട്ടനപ്പൻ ലോനപ്പേട്ടനില്ലേ? ഇന്നാള് റോക്കി ബായുടെ മാനേജർ മാഗിയോട് ചോദിക്കാം, മാജിക് മഷ്റൂം അടിക്കാൻ കൊടൈക്കനാല് പോകുന്നുണ്ട്, കൂടെ വരുന്നുണ്ടോന്ന്. എന്നിട്ട് മാഗി സമ്മതിച്ചില്ല. അപ്പം മ്ലേച്ഛ ബൈബിളിൽ ഇവന്റെ തന്ത പറയാണ് വട്ടവടയിൽ പോയി സ്റ്റാമ്പ് ഇടാൻ പൊളി മൂടാണെന്ന്. ആന്റെ പേട്ടന്റെ അപ്പനെ പറ്റി ഈ നനഞ്ഞോൻ പറഞ്ഞുണ്ടാക്കണ മസാല കഥ കേൾപ്പിക്കാനാണ് അച്ഛൻ ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. സഭയുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് എഴുതി ഒപ്പിട്ട് തന്ന എന്റെ ഡാഡിയുടെ കാര്യം ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അച്ഛൻ എന്നോട് വേറെ എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറഞ്ഞോ.
എന്റെ പൊന്ന ആൻ്റപ്പ, കഴിഞ്ഞ പള്ളിപ്പെരുന്നാളിന് നീ അടിയുണ്ടാക്കിയപ്പോൾ പറഞ്ഞ തന്നെ എനിക്ക് ഇപ്പോഴും പറയാനുള്ളൂ. ഗുണ്ടായുസവും തല്ലുണ്ടാക്കലും ഒക്കെ കർത്താവിന് നിരക്കാത്ത കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ദേവാലയം പോലൊരു സ്ഥലത്ത്. ഇതെന്താണെന്ന് അറിയാമോ? ഇതാണ് ബൈബിള്. ഇതിലെ ബൈബിൾ വചനത്തിന്റെ ഏതെങ്കിലും 4 വരി നിങ്ങൾ ആരെങ്കിലും തെറ്റാതെ പറഞ്ഞാൽ ഈ അടിപ്രശ്നം ഞാൻ ഇവിടെ തീർത്തു തരാം. അച്ചു പറ. ഇവനത് പറയോ? ഇവന്മാരിത് പറഞ്ഞില്ലെങ്കിൽ ഇവന്മാരെ ഇടവകയെന്ന് മാത്രമല്ല പള്ളിയിൽ നിന്നും കൂടെ അച്ഛൻ പുറത്താക്കണം. ചെങ്കടലിൽ നീ എന്ന് പാത തെളിച്ചു, മരുവിൽ മർത്യർക്ക് മന്ന പൊഴിച്ചു, എരിവെയിലിൽ സ്നേഹത്തണലായി, ഇരുളിൽ സ്നേഹ നാളമായി, സീനായി മാമല മുകളിൽ നീ നീതി പ്രമാണങ്ങൾ പകർന്നേകി. ഈ വചനം ഏതധ്യായം എത്രാം വാക്യം? അച്ഛൻ പറ. വിത്തോട്ടെ പറ. കണ്ട അച്ഛൻ ഉത്തരം മുട്ടി. സാധാരണക്കാരുടെ ബൈബിൾ പരിജ്ഞാനത്തെ പുച്ഛിക്കരുതച്ചോ. അതെ, ഇനിയിപ്പോ തർക്കമില്ല, ബഹളമില്ല, അടിപ്രശ്നം എല്ലാം കഴിഞ്ഞു, എല്ലാം കോംപ്രമൈസ് ആയി. എല്ലാരും പൊയ്ക്കേ, എനിക്കൊരു കുർബാന കൊള്ളപ്പാടുണ്ട്. പൊയ്ക്കോ. വരട്ടെ അച്ചോ. ഈശോമിശിഹായ്ക്ക് എന്താടാ നോക്കുന്നേ? പിടിച്ചില്ലേ? എടാ എന്നാലും അച്ഛനെ വരെ ഉത്തരം മുട്ടിച്ച ആ വചനം ഏത് അദ്ദേഹത്തിലടാ? എനിക്കറിയാം. സോങ് ഓഫ് സോളമൻ അല്ലേ? അത് സോങ് ഓഫ് സോളമൻ അല്ല, സോങ് ഓഫ് മാർക്കോസ്. മാർക്കോസിന്റെ ഭക്തിഗാന ആൽബത്തിലേടാ, കേട്ടിട്ടില്ലേ? ചെങ്കടലിൽ നീ അന്നു പാത തെളിച്ചു, മരുവിൽ മർത്യർക്കു മന്ന പൊഴിച്ചു. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗ്ഗമാണു ദൈവം. ഇപ്പൊ ആ ബൈബിൾ അരിച്ച് പൊറുക്കുന്നുണ്ടോ? എടാ ചക്ര, വണ്ടി എടുക്കടാ. ഒരു കിണ്ണ സാധനല്ലേ? എന്ത് ലുക്കാ കാണുന്നത്? എന്താ ഒരു കിടപ്പ്. അത് വണ്ടിയല്ലടാ. വണ്ടി നല്ല കളറല്ലേ? വണ്ടിപ്രാന്തൻ, വെറുതെ മനുഷ്യനെ കൊതിപ്പിച്ചവൻ. വണ്ടി എടുക്കടാ. സിഗ്മ മൈലേ. നമ്മള് കറക്റ്റ് സമയത്ത് വന്നത് നന്നായി, ഇല്ലെങ്കിൽ ഇവൻ ആ വണ്ടിയെ പേടിപ്പിച്ചേരാ. ഭ്രാന്തൻ. നിർത്ത്. എന്തോ അന്റെ പേട്ട മുള്ളാൻ നിർത്തിയാണോ? എന്നാ പിന്നെ എല്ലാവർക്കും വിളിക്കണം. എന്റെ ഡാഡിക്ക് അടിച്ച് ട്രിപ്പായി നടക്കാൻ പാടില്ല. ഇവന് ഷഡ്ഡി ഇട്ട് നടു റോട്ടിൽ നിൽക്കാം. കല്ല് കൊല്ല്. ഓ, അതിലും തോൽവിയാണല്ലോ. ഇങ്ങോട്ട് മാറ്. അവന്റെ ബെല്ലൈക്കൺ അടിച്ച് പൊട്ടിക്കടാ. ഷട്ടി ഇല്ലാതെ ഇവിടെ നിന്നാ മതി. വലിച്ച് കീറി. മറച്ചിട്ടല്ലോ. ഈ ജഗതി ചിക്കൻ കഴിക്കണേ കൊതിയായിട്ട് വയ്യ. അമ്മച്ചിനോട് ചിക്കൻ ഉണ്ടെങ്കിൽ ഒന്ന് വറക്കാൻ പറ്റടാ. പിന്നെ അമ്മച്ചി അച്ചാർ തരാന്ന് പറഞ്ഞ ഭാഗ്യം. ബോസിനടിക്കാനല്ലേ വരവാ. കുപ്പി മാറ്റിക്കോ, ഇല്ല മൊത്തം ഒറ്റയ്ക്ക് ഇരുന്ന് കമത്തും. വെറുതെ ഇങ്ങനെ ഇരുന്ന് തണ്ണിമത്തം കഴിക്കാൻ എന്ത് രസമാണല്ലോ എന്റെ പേട്ട. അതെ അതെ. എടാ അടിയാണല്ലേ? ഒരു നാളെ കനത്തില്. അയ്യോ ഞങ്ങൾ അടിക്കണല്ല, ഞങ്ങളിങ്ങനെ കഥയൊക്കെ പറഞ്ഞിരിക്കായിരുന്നു അല്ലേടാ? അതെ അതെ. ഇന്ന് ഗാന്ധിജിയുടെ ഹാപ്പി ബർത്ത്ഡേ ആയിട്ട് ഡ്രൈ ഡേ ആണല്ലോ. ഞങ്ങൾ രാവിലെ മുതൽ ഡ്രൈയാ അല്ലേടാ? അതെ അതെ. സുമേഷ് അതിങ്ങട്. കിഷൻജി കുപ്പി കൊണ്ടുവന്നിട്ടുണ്ടോ? അതെ അതെ. ഇപ്പൊ കറിയാട്ടാ. കുടിച്ച് മരിക്കാം. കോട്ടറാണല്ലേ? നീ അടിക്കില്ലെന്ന് എനിക്കറിയാം കേട്ടാ. എനിക്ക് ഇവനെ മതി. വേണ്ട സാറ് പെറ്റി അടിക്കും. കുപ്പി ഗുണാക്കേവിൽ വെച്ചേക്കണല്ലേ? ഈ കുട്ടി എനിക്ക് വേണം. ഇതിനെ ഞാൻ വളർത്തും. ഒറ്റക്ക് വളർത്തും. തരൂലടാ. നീയൊക്കെ രാവിലെ മുതൽ ട്രൈ അല്ലേ? അപ്പൊ ഞാനും ട്രൈ എടുത്തു. അല്ല ഗ്ലാസ്സിൽ ഒഴിച്ചു.
കയ്യിലും പിടിച്ച് അനുപട എനിക്ക് ആദ്യം ഒന്ന് വിളിച്ചേ അനുപട 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 എന്നാ അച്ചാറ് കപ്പലണ്ടി പോത്തില്ല അമ്മച്ചി പോത്തല്ലേ പുറകെ നിക്കണ എന്റെ വായിരിക്കുന്നേക്കല്ലേ ആന്റപ്പ ഈ പോത്തിനെ പിടിച്ച് പെണ്ണ് കെട്ടിക്കാൻ ഞാൻ എത്ര നാളായി പറയണ തള്ള തുടങ്ങി. എന്തിനാ അമ്മച്ചി വെറുതെ അവന്റെ ജീവിതം കോഞ്ഞാട്ടിയാക്കുന്നത്? അതാണ് വീട്ടിലൊരുത്തിനെ സഹിക്കുന്ന പാട് എനിക്കേ അറിയൂ. നിങ്ങളെ സമ്മതിക്കണം എന്റെ പേട്ട ആ സാധനത്തിനെ സഹിക്കുന്നതിന്. എന്ത് ചെയ്യാനടാ ചക്കരെ? സ്കൂൾ ജീവിതത്തിൽ പറ്റിയ ഒരു അബദ്ധം. സ്കൂൾ ജീവിതത്തെ പറ്റിയ അബദ്ധം എന്നല്ല എന്റെ പേട്ടൻ പറയണത്. ചേച്ചിയുടെ ജീവിതത്തെ പറ്റിയ ഏറ്റവും വലിയ അബദ്ധമാണ് ചേട്ടനാണ് മേരി ചേച്ചി പറഞ്ഞു നടക്കണത്. കൊല്ലാന്റെ പേട്ട ഞാൻ നിൽക്കാൻ കൂടെ. അതെ, ആന്റപ്പേട്ടന്റെ ജീവിതം ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് കണ്ടാ മതി. ചേട്ടൻ ഇതൊന്നും നോക്കണ്ട, വല്ല പെണ്ണും കെട്ടി സെറ്റ് ആവാൻ നോക്ക്. ഇല്ലെങ്കിലേ ദിവന്മാര് ചേട്ടന് മുന്നേ പെണ്ണും കെട്ടി സെറ്റ് ആവും. ആണാടാ പെണ്ണേട്ടാ ഞാനൊന്നും പെണ്ണേട്ടില്ല. ഞാനേ ഒരു സിഗ്മേല. എന്റെ മകൻ ഇതൊന്നും കൊണ്ട് സങ്കടപ്പെടണ്ട. ഇതിനൊക്കെ ചികിത്സയൊക്കെ ഉണ്ട് കേട്ടാ. ഒരു ഡോക്ടറിനെ കണ്ടാ മതി മോൻ. അമ്മച്ചി സിഗ്മാമേൽ എന്ന് പറഞ്ഞാൽ ഒരു അസുഖമല്ല, അതൊരു ആറ്റിറ്റ്യൂഡാണ്. ആറ്റിറ്റ്യൂഡ്. ഞാൻ വിചാരിച്ചു ഇവൻ മാത്രമേ പോത്തുള്ളന്ന്. ഇപ്പൊ എല്ലാ പോത്തുകളാണല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റി. നീയും പോത്തനാണ്. പോത്തൻ കിഷൻജി കിട്ടിയല്ലോ. ആന്റപ്പാ, നിന്നെ പോലൊരു മുതുക കപ്പനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ തന്നെ ആളിറക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഇടിച്ചോടിക്കുക, എന്നിട്ട് നിങ്ങൾ തന്നെ ഗുണ്ടകളാണെന്നും പറഞ്ഞ് നാട്ടുകാരുടെ മുമ്പിൽ ഷോ കാണിച്ച് കിടക്കുക. ഇവിടെ 10 പൈസയുടെ ഗുണമുണ്ടാണ് ഇതിനൊക്കെ. ഇങ്ങനെയൊക്കെ ചെയ്ത് ഒരു ഗുണ്ട ഇമേജ് മെയിൻറ്റെയിൻ ചെയ്തോണ്ടാ ഈ നാട്ടുകാർ തെണ്ടികൾക്ക് പേടിയും ബഹുമാനമൊക്കെ ഉള്ളത്. ഇപ്പൊ അതൊക്കെ പോയി തുടങ്ങിട്ടാ. നാട്ടുകാർക്കൊക്കെ മനസ്സിലായി തുടങ്ങി നിങ്ങളുടെ ഇടിയൊക്കെ വെറു ടൈപ്പാന്ന്. അപ്പൊ പണ്ടത്തെ പേടിയും ബഹുമാനം ഒന്നും ഇല്ലാട്ടാ. ഈ പേടിയും ബഹുമാനൊക്കെ തിരിച്ചു പിടിക്കാൻ എന്തൊരു വഴി? അതിന് വഴിയൊക്കെ ഉണ്ട്. അതിന് റിയൽ ഇടി ഇടിക്കണം, കൊട്ടേഷൻ പിടിക്കണം, കളത്തിലിറങ്ങി പൂളണം. റിയൽ ഇടി കണ്ടിട്ടുണ്ടാ? കുറച്ച് നാളായി കണ്ടിട്ട്. അതാണ്. ഇനിയിപ്പൊ അതേ വഴിയുള്ളെങ്കിൽ ഞങ്ങൾ കളത്തിലിറങ്ങും, പൂളും. ഇപ്പൊ കളത്തിൽ ആരാ രാജാവ്? ആരാണെന്നോ? ആരാ മോനെ, അതൊരു 1.5 മുതലാ മോനെ. അതേത് മുതല്? വെട്ടുകാട് ബെൽസൻ വരുത്തനാ. ഇപ്പൊ വരുത്തണ്ട, ഞങ്ങള് പറയും അപ്പൊ വരുത്തിയാ മതി. അതല്ലേ എന്റെ പേട്ട നല്ലത്. പറയണേക്കടാ. സദ്യക്ക് പപ്പടം വിളമാത്തതിന് ഒരുത്തനെ വെട്ടി ജയിലിൽ പോയിരുന്ന തുടക്കം. ഇന്ന് കേരളം ഭരിക്കണത് ബെൽസനാ. പുള്ളി മുഖ്യമന്ത്രി. പേര് കേട്ട ഗുണ്ടകളായിരുന്ന കാളിക്കാവ് സുനി, ആൽത്തറ അമ്പാടി, ഇവരൊക്കെ ഇപ്പൊ ബെൽസന്റെ ചിങ്കടികളാ. വെട്ടാനും ചാവാനും തയ്യാറായ 500-ലധികം പോരാളികളുടെ തേരാളി. അതാണ് ബെൽസൻ. വെട്ടുകാട് ബെൽസൻ. നാട്ടുകാരുടെ മുന്നിൽ പോയ വില തിരിച്ചു പിടിക്കാൻ ഈ വെട്ടുകാട് ബെൽസിനെ വെട്ടുന്നെങ്കിൽ ഈ ആന്റപ്പൻ വെട്ടിയിരിക്കും. തൊട്ടുപോലും നോക്കൂല. അതെ, വെട്ടാൻ വേറെ വാളൊന്നും അന്വേഷിക്കണ്ട. അതേ ആലോചിച്ചിരുന്ന് വെക്കറുണ്ട്. ഈ വാളൊരു ശുഭസൂചനയാ. വെട്ടുകാട് ബെൽസിനെ നമ്മൾ വെട്ടുമെന്നുള്ളതിന്റെ ശുഭസൂചന. വെട്ടാങ്ങടി ചെന്നാ മതി. നിങ്ങളെ വേറെ വല്ല ചെറിയ നമ്പറും കാണിച്ച് പോയ വില തിരിച്ചു പിടിക്കാൻ നോക്ക്. മാറേ. അയ്യോ, അടിച്ചോണ്ടിരുന്നപ്പോ വന്ന കാര്യം പറയാൻ മറന്നുപോയി. നാളെ എനിക്ക് നിങ്ങളുടെ ചെറിയൊരു സഹായം വേണം. അത് വന്നപ്പോഴേ മനസ്സിലായി. കല്യാണാണോ, ഉദ്ഘാടനാണോ, അതോ അവാർഡിനായിട്ടോ? ഉദ്ഘാടനം. പക്ഷെ നാളെ അവിടെ വൻ ജനസാഗരം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിനും മാത്രം ആളുകൾ തടിച്ചുകൂടാൻ ഏതാണ് അപരാധം? അവതാരം പറ. ഹണി റോസ്. ഹണി റോസ് നാളെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉദ്ഘാടനം ചെയ്യാൻ വരുന്നു. ഹണി റോസോ? ഹണി റോസ്. Let me choose your bird. I am the crucifier. Putting an end to your pain, sticking misery. Let me choose your bird. I am the crucifier. Putting an end to your pain, sticking misery. ബുർജ് ഖലീഫയുടെ അത്രയും പൊക്കം ഉണ്ടല്ലോടാ തനിക്ക്. മുഖത്ത് കണ്ണില്ലേ? എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്? ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായില്ലേ? താൻ ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരാണെന്ന് എനിക്കറിയാം. ഓ, അലോഷ്, കുറ്റിക്കാട്ടിൽ അലോഷ്. ഓ അത് ശരി. എന്നാ താൻ പോയി കുറ്റിക്കാട്ടി കിടക്ക്. എന്തേ? Let me choose your bird. I am the crucifier.
റോങ് സൈഡ് കയറി വന്നും പോരെ, ഞങ്ങളുടെ മെക്കടെ കയറുന്നോളാം. റോങ് സൈഡ് കയറി വരുന്നത് എന്റെ ഒരു ഹോബിയാ മണി. ആ ഞാൻ ആള് കുറച്ച് റോങ്ങുമാണ്. ഓ നീ അലോഷിനെ അടിക്കില്ലടാ. നിനക്ക് ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങൾ ഒരെണ്ണം കൂടി കൊടുക്കാൻ പെട്ട മുടി നീട്ടി വളർത്താൻ നീയാണോ ബാബു ആന്റണി? ഒന്നും നോക്കണ്ട, അടിച്ച് തല പൊളിക്കാൻ പെട്ട ഈ മുടിയന്റെ. എന്താടാ ഇതാണ് എന്റെ പെട്ട വെട്ടുകാട് ബെൽസൻ. വത്സനോ? ഏത് വത്സൻ? നീ മോളുടെ കൂടെ കാർ പോയിരുന്നേ. ഈ വത്സനെ നിങ്ങളൊക്കെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? വിളിക്കാൻ പെട്ട വത്സേട്ടാ. ഓ ബെൽസേട്ടൻ. ഭാഗ്യം ജീവനുണ്ട്, കാറ്റ് പോയിട്ടില്ല. ആരപ്പെട്ട ഒന്നും നോക്കട്ടെ, ആശുപത്രി കൊണ്ടുപോവാ. ഒന്നും ബാക്കി വെക്കുന്ന ശീലം ആലോചിച്ചില്ലടാ അവന്റെ ഒരു കരാട്ട. എങ്ങനെയുണ്ട് എന്റെ പേട്ട? ഞാൻ പൊളിച്ചില്ലേ? നമ്മള് നാട് വിട്ട് പോവാണോ പപ്പ? നാടല്ലേ മോളെ, ഈ രാജ്യം തന്നെ വിട്ടു പോകേണ്ടി വരും. എന്റെ പേട്ട നമ്മള് അവനായിട്ടല്ലേ പോണേ? അതെ, അവനോടായിരിക്കും അവർക്ക് ഏറ്റവും കലിപ്പ്. അവന്റെ അടിയിലാണല്ലോ അയാളുടെ ബോധം പോയത്. ശരിയാ. ബോധോ? എന്റെ പേട്ട ഇത് ആരുടെ കാര്യമാ പറയുന്നേ? അലോഷിന്റെ. അലോഷിന്റെ കാര്യമല്ല, ഞാൻ നമ്മുടെ വണ്ടിയുടെ കാര്യം പറയണേ. ബെൻസൂട്ടുണ്ട്. അവനെ വിട്ടിട്ട് പോകാനാണ് ഞാൻ വരില്ല. ഓ ദൈവമേ, ഇങ്ങനൊരു വണ്ടി പ്രാന്തൻ. നിനക്കൊക്കെ അത് പറയാം. നമ്മളെ കിട്ടിയില്ലെങ്കിൽ ആ ദേഷ്യം മൊത്തം അവർ വണ്ടിയിലായിരിക്കും തീർക്കുന്നത്. നമ്മുടെ വണ്ടി അവന്മാരെ തല്ലി തകർത്ത് കളയും. അവന്റെ ഒരു വണ്ടി, ആ തെണ്ടി അവിടെ. എന്തോ? നീ അല്ലടാ അലോഷ്. എവിടെ അലോഷേ? ഞാൻ ഇവിടെ ഉണ്ട്. അവസാനമായിട്ട് ചാളക്കറിയും കൂട്ടി കുറച്ച് ചോറ് കഴിക്കുക. ഇനി ചിലപ്പോ കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ? ചാകാൻ പോണ നേരത്താണോ നിന്റെ ചാളക്കറി? ചാളമേരി എന്തി? അല്ല ചാള എന്തി? മേരി ചേച്ചി ചേച്ചി ആ ഞാൻ റെഡിയായി. പക്ഷെ കഴുത്തിലൊന്നും ഇല്ലാത്തോണ്ടേ ഒരു സുഖമില്ല. ആ തെണ്ടികള് പൊട്ടിച്ചോണ്ട് പോയത് കണ്ട മുക്കൊണ്ടാന്ന് പറയത്തേ ഇല്ലായിരുന്നു. മുക്കുപണ്ടോ? ഒരു മുക്കുപണ്ട് പൊട്ടിച്ചോണ്ട് പോയതിനാണോടി നീ ഇങ്ങനെ കിടന്ന് കാറിയത്? കള്ളന്മാരെ മാല പൊട്ടിക്കാൻ വരുമ്പോ അയ്യോ എന്റെ മുക്കുപണ്ടം പോയേ, അയ്യോ എന്റെ മുക്കുപണ്ടം പോയേ എന്ന് പറഞ്ഞു കിടന്ന് കാറാൻ പറ്റുവാ? പിന്നെ നമ്മുടെ ദാരിദ്ര്യം എന്തിനാ നാട്ടുകാരെല്ലാം അറിയിക്കാൻ നിൽക്കുന്നേ? അത് മമ്മി പറഞ്ഞത് ശരിയാ. എന്നാലും മരണച്ചീസ് കിടക്കുമ്പോഴെങ്കിലും ചേച്ചിക്ക് പറയായിരുന്നു അത് മുക്കൊണ്ടുവരുന്നു. അത് പറയായിരുന്നു. അതിനെ ഇവിടെ മുക്കൊണ്ടം മാത്രമേ ഉള്ളെന്നുള്ളത് ആന്റപ്പേട്ടന് നന്നായിട്ട് അറിയാലോ. പിന്നെ അവന്മാരെ എങ്ങനെ പിടിക്കാൻ പറ്റിയാലേ ഹണി റോസിന്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കുമ്പോ കഴുത്തിൽ ഒരു മാല ഇല്ലാതെ എങ്ങനെയാന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണല്ലേ ഹണി ട്രാപ്പ്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ടൈം ഇല്ലാത്തോണ്ട്. ടൈം ഉണ്ട്. എന്റെ പേട്ടാ എത്ര പെട്ടെന്ന് സ്കൂട്ടാവാനാ കിഷൻജി പറഞ്ഞേക്കുന്നേ? അല്ലെങ്കിൽ പണിപാളവേ. കിഷൻജി അങ്ങനെ പറഞ്ഞു. എന്നാന്നും നോക്കാനില്ല, നമുക്ക് സ്കൂട്ടാവാം. മുഴുവൻ കഴിച്ചിട്ട് പോയാ പോരാ എന്റെ പേട്ട? പെട്ടെന്ന് ഇറങ്ങും. കാളിക്കാവസനി ജഗത്താൻ വന്നിറങ്ങി, കാര്യം തവിട് പൊടി ശനിദശ പണി തുടങ്ങി. അമ്പാടി കൂതറ പങ്കാളി പട്ടിവാൾ കളമൊരുങ്ങി വാട്ടാ മുരട് തമ്മി. ഇതാ വെട്ടുകാട് ബെൽസിന്റെ ടീമാവും. നിങ്ങളെല്ലാരും ഉള്ളിലേക്ക് പോയിക്കോ. ഉള്ളപ്പോ എന്നെ ഒറ്റക്കെട്ട് പോയി കളഞ്ഞില്ല.
അവന്മാര് ചോദിച്ചാൽ ഞാനാണ് തലക്കടിച്ചെന്നുള്ള കാര്യം പറയണ്ട. ചേട്ടൻ ഒറ്റയ്ക്ക് അടിച്ചിട്ടതാന്ന് പറഞ്ഞാ മതി. അതാ മാസ്. നന്ദി ഉണ്ടടാ പന്നി. നീ എന്താ ആലോചിക്കണ? ഒന്നുമില്ലടാ. എന്താടാ, സ്കൂളിൽ പഠിക്കണ കാലത്ത് കോലൈസ് മേടിക്കാൻ കാശില്ല നിന്നപ്പോ പാലൈസ് മേടിച്ച നാളാടാ എൻ്റെ ആൻ്റപ്പേട്ടൻ. കുട്ടിക്കൂറ പൗഡർ ഇട്ട് നടന്ന എന്നെ പ്രോട്ടീൻ പൗഡർ വാങ്ങിച്ച് ജിമ്മി വിട്ട ആളാണ് എൻ്റെ ആൻ്റപ്പേട്ടൻ. അപ്പനും അമ്മയും വിഷം കഴിച്ച് മരിച്ചിട്ട് എന്നെ ഒറ്റക്കാക്കി പോയപ്പോ നിനക്ക് ഞാനുണ്ടാ. നീ എന്റെ വീട്ടിട്ട് പോരെന്ന് പറഞ്ഞ് കൂടെ കൂട്ടിയ ആളാ. ഒറ്റയ്ക്കടിച്ച് തീർക്കാൻ വേണ്ടിയായിരുന്നല്ലടാ ഇത്രയും വലിയ സെന്റി അടിച്ചത്. പാട്ടി പപ്പേ ഇന്നാ ഇതൊക്കെ പപ്പയ്ക്ക് വെറും ചീള് കേസാ. എല്ലാത്തിനും വേണ്ടി പീസാക്കാൻ പറഞ്ഞു മമ്മി. ഞാൻ കാളിക്കാവ് സുനി. ഞാൻ തറ ആൽത്തറാമ്പാടി. ഞാൻ മേക്കാട്ടുകുളം ലോനപ്പൻ മകൻ ആൻഡപ്പൻ. ഞങ്ങളെ പേടിച്ചിട്ട് ഒളിച്ചോടാനുള്ള പരിപാടിയാണല്ലേ? പെട്ടിയൊക്കെ ഇട്ട്. അല്ല, ടൂറ് പോവാൻ ഇറങ്ങിയതാ. ഓഹോ, എങ്ങോട്ട്? ഗോവയ്ക്ക്. ബെൽസേട്ടനെ അടിച്ച് കോമയിലാക്കി എന്റെ സെലിബ്രേഷന് പോവാ ഫുൾ ടീമായിട്ട്. എന്റെ പപ്പനെ കൊലക്ക് കൊടുത്തിട്ട് നിങ്ങൾ ഇവിടെ ഇരുന്ന് കുടിക്കാല്ലേ? ഇത്ര ഉള്ളൂലേ നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ്? ഞങ്ങളുടെ നേതാവും മാർഗദീപവുമായ ബെൽസേട്ടൻ ഇടിച്ച് ചതച്ച് ഇഞ്ചപ്പരുവാക്കിയ വിവരം പറഞ്ഞിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ശരീരത്തിനേറ്റ മുറിവ് നിസ്സാരമാണെങ്കിലും ഏതോ ഒരു മാരകായുധം കൊണ്ട് തലക്കടിച്ച ആടി, ആ അടിയാണ് ബെൽസേട്ടനെ കോമയിലാക്കിയത്. ആ അടി അടിച്ച് നിങ്ങളല്ലേ? അല്ല, ആ അടി അടിച്ചത് ഞാനാ. അല്ല, ആ അടി അടിച്ചത് ഞങ്ങൾ മൂന്നുപേരും കൂടെ. ബെൽസേട്ടനെ അടിച്ച് കോമയിലാക്കി എന്റെ ക്രെഡിറ്റ് തട്ടിയെടുക്കാനുള്ള മത്സരം കണ്ടില്ലേ? വളഞ്ഞിട്ട് ആക്രമിക്കായിരുന്നല്ലേ എല്ലാരും കൂടി? അല്ലെങ്കിൽ ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ ബെൽസേട്ടനെ ഒറ്റക്കടിച്ച് ആർക്കും തോപ്പിക്കാനാവില്ലെന്ന്. സുനി, കരയല്ലേടാ, നമുക്ക് വന്ന കാര്യങ്ങൾ നടത്താം. ബെൽസേട്ടനെ അടിച്ച് കോമയിലാക്കിയതോടെ ഞങ്ങൾക്ക് നാഥനില്ലാതായി. ഇനി നിങ്ങൾ വേണം ഞങ്ങൾക്കൊരു അഭയം തരാൻ. ഞങ്ങളിപ്പോ അനാഥര. അഭയം തരാനോ? അഭയം തരാൻ. അയ്യോ, അഭയം തരാൻ ആൻ്റപ്പേട്ടൻ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര റിച്ച് ഒന്നും അല്ല. പുറമേ കാണുന്ന ഈ പോളിച്ച മാത്രമേ ഉള്ളൂ. ഫുള്ള് കടവും ദാരിദ്ര്യവും തേഞ്ഞൊട്ടിയിരിക്കുക. എന്റെ ഒരു ഹൈ ബഡ്ജറ്റ് മൂവി സലാമേ അത് ഹറാമ 2 ദിവസത്തിനുള്ളിൽ പടമിറങ്ങും. അതെനിക്ക് ഹിറ്റടിക്കണം. നിങ്ങൾ എനിക്ക് അത് ഹിറ്റാക്കി തരണം. പോസിറ്റീവ് റിവ്യൂസ് മാത്രം വരണം. നെഗറ്റീവ് റിവ്യൂസ് പറയുന്ന എല്ലാവരെയും പൊക്കണം. അതിനു വേണ്ടി ഞാൻ എന്തും തരാം. പൈസ പ്രശ്നമല്ല. അത് ഞങ്ങൾ ഏറ്റു. പോസിറ്റീവ് റിവ്യൂസ് മാത്രമേ പുറത്തു വരൂ. അഡ്രസ് സക്കണ്ണ. നിങ്ങൾക്ക് ഗുണ്ടകളാണോ? അല്ലടാ, ഞങ്ങൾ മെഡിക്കെയറിന്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ വന്നവരാ. ഇങ്ങോട്ട് വാടാ. അയ്യോ, നാളെ ഇറങ്ങാൻ പോണ
സലാമേ അത് ഹറാമ എന്ന പടത്തിന് പോസിറ്റീവ് റിവ്യൂ ഇട്ടോളാം കേട്ടോ. നെഗറ്റീവ് റിവ്യൂ എങ്ങാനും നീ പറഞ്ഞാൽ നിന്നെ വനിതാ തിയേറ്ററിന്റെ പടിക്കലിട്ട് ഞാൻ പച്ചയ്ക്ക് കത്തിക്കും കേട്ടോ പന്നി. ഞാൻ നൈറ്റ് റിവ്യൂ ഒന്നും പറയാറില്ല. ഞാൻ നൈറ്റ് റിവ്യൂ പറഞ്ഞാലേ ഇൻട്രസ്റ്റ് ലിറ്റാണ്. പിന്നെ എന്നെ കൊണ്ട് എന്താ കുഴപ്പം? അതൊന്നും എനിക്കറിയണ്ട. പടം നന്നായിണ്ടോ, ഫസ്റ്റ് ഹാഫ് രസമുണ്ടോ, സെക്കൻഡ് ഹാഫിൽ ആകില്ല, എല്ലാവരും നന്നായി അഭിനയിച്ചിട്ടുണ്ടോ, പടം സൂപ്പറാണ്. ഇങ്ങനെയാണ് പറയാം. തിമിർത്ത ആടുകയാണ് കൂടെ പറയാം. തിമിർത്ത ആടുകയാണ് പറയാം. അതും പറഞ്ഞു. പുതിയ ക്രഷ് ഒന്നും ആയില്ലടാ. ഹലോ, എസ് എ അംജദ് ഖാൻ സ്പീക്കിംഗ്. സിനിമയ്ക്ക് പോയ എന്റെ മോൻ മിസ്സിംഗ് ആണ് സാറേ. സിനിമ കാണാൻ പോയ മോൻ മിസ്സിംഗ് ആണെന്നോ? അതെ സാറേ. മോന്റെ പേരെന്താ? അലിൻ ജോസ് പെരേര. തീ കുറച്ചും കൂടെ കൂട്ടിയിടാ അല്ലേ? എനിക്ക് ഡാൻസ് കളിക്കാൻ തീ വേണ്ട സാറേ. ഞാൻ തന്നെ കളിച്ചോളാം സാറേ. സലാമേ ഹറാമ, സലാമേ ഹറാമ, സൂപ്പർ സിനിമ. 100 കോടി ക്ലബിൽ കയറുന്ന പടമാണല്ലോ സലാമേ ഹറാമ. ഗംഭീര സിനിമ, കിടുക്കൻ പടമാ, തീ പറന്ന പടമാണല്ലോ. ഇവന്മാരെ പൊക്കിയത് നന്നായി. പക്ഷേ വേറെ ഒരുത്തനുണ്ട്. ശരിക്കും അവനെയാ പൊക്കേണ്ടത്. ആരാണവൻ? ഹായ് ഓൾ, ഇറ്റ്സ് മീ SMS അശ്വന്ത് കോക്ക്. സലാമേ അത് ഹറാമ ഇജാതി മലങ്കൾട്ട് തീട്ടപ്പടം എന്ന് വിചാരിച്ച് കയറിയത്. പക്ഷെ ഗംഭീര പടമായിരുന്നു. എക്സലന്റ്. ഈ പടത്തിൽ വേറൊരു പ്രത്യേകത കൂടെ ഉണ്ട്. ഇതിലാർക്കും വയ്യാത്തതായിട്ടില്ല. പോരെ? പോരാ, നിന്റെ ഡാൻസ് കൂടെ വേണം. കളിക്കണോ? കളിക്കാം. കളിക്കടാ. കളിക്കാം. കളിക്കാം. 100 crore success celebration. സീറോ ആയിരുന്ന ആൻഡപ്പൻ വീണ്ടും ഹീറോ ആയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഥയിൽ പുതിയൊരു ട്വിസ്റ്റ് ഉണ്ടാവുന്നത്. വെങ്കായം, കള്ളുപ്പ്, തൈര്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ആൻഡപ്പേട്ടനെ ഒരു ഡോൺ ആയിട്ട് കാണണമെന്നുള്ളത്. ഡോൺ മൂവ്. അവന്റെ കണ്ണമാലിക്കായലിൽ ഒരു ഊളപ്പാട്ട്. എടാ സുനി, ഒരു പാട്ട് പഠിക്കേ. ഞാനാ മിഴിയിൽ നിന്നും മിഴിയിലേക്ക് തുണി തുഴഞ്ഞ് പോയി സാധനം പോയി. സുനി വിഷമിക്കണ്ടടാ, ആദ്യമായിട്ടല്ലോ. അല്ലെങ്കിൽ ഇവൻ ഏത് പാട്ട് പാടിയില്ല ഇങ്ങനെയാ കൈ നിന്നിട്ട് നല്ലല്ലേ? ബോബി ഡിയോൾ. ഹലോ, ആൻഡപ്പൻ സ്പീക്കിംഗ്. ആരാ? നിന്റെ അന്തകൻ നിന്റെ തന്ത. നീ ആരടാ? നീ ആ സുനിയെ അമ്പാടിയെ കണ്ടിട്ടാണ് ഈ ഷോ ഇറക്കുന്നതെങ്കിൽ അത് വേണ്ട. എൻ്റെ അപ്പ അവന്മാരെ നമ്പണ്ട. ആ റോക്കിയെ മെസ്സൈ അംജദ് ഖാനെയൊക്കെ ഇടിച്ചത് ഞങ്ങളാടാ. ഇനി അടുത്തത് നീയാ. ഒന്ന് വെച്ചിട്ട് പോടാ. അംജിത് ഖാനെ തല്ലിയത് ഇവന്മാരത്രേ. അവരാണ്. സത്യമാണ്. ഞങ്ങളെല്ലാവരെ തല്ലിയത് ഇവന്മാര് തന്നെയാവും. എന്താടാ പേടിച്ചു പോയോ? നീ കുറച്ച് കാശ് കയ്യിൽ വന്നപ്പോ ഷോ കാണിക്കാൻ നാട് മുഴുവൻ ഫ്ലെക്സ് വെച്ചിട്ട് എന്തൊക്കെയാടാ പറഞ്ഞു നടക്കുന്നത്? ലഹരി മാഫിയ പേപ്പട്ടികളെ തല്ലിക്കൊല്ലും, ലഹരി മാഫിയ തലവന്റെ തലയിറക്കും നോക്കെ. നിന്റെ തലയാടാ ഞാൻ ഇറക്കാൻ പോകുന്നത്. നിന്നെ നിന്റെ പിള്ളേരെ പേപ്പട്ടിയെ തല്ലിക്കൊല്ലുന്നോടെ തല്ലിക്കൊല്ലോടാ ഞങ്ങള്. കണ്ടോ? അപ്പൊ അംജിത്താനെ റോക്കിനെ തല്ലിയത് നിങ്ങൾ മസനോടി ഇറക്കിയ പിള്ളേരല്ലേ? ഒരസൈനാണ് അടിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോ അവന്മാര് മസനഗുടി വഴി ഊട്ടിക്ക് വിട്ട്. എടാ സുനി, നീ കൂടെ നിന്നിട്ട് കോൺക്രീറ്റ് ഇട്ടല്ലേ? ഇന്നലെ ആ തള്ളയും മോളും കൂടി എനിക്കൊരു തരി സ്വയം തന്നിട്ടില്ല. ഇനി അവന്മാരെങ്ങാനും പറഞ്ഞതുപോലെ എന്നെ തീർത്ത് കളയോ? എന്റെ ആൻഡപ്പേട്ട വെറുതെ ടെൻഷൻ അടിക്കില്ലേ?
അതാ റോക്കി അങ്ങനെ ചുമ്മാ പേടിപ്പിക്കാൻ ചെയ്തായിരിക്കുന്നേ. ഇതിപ്പോ അങ്ങനെ അല്ലെങ്കിൽ മാൻഡപ്പേട്ടൻ പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ. ഇതേതോ ബൈക്ക് സ്റ്റണ്ടിന് സംഭാവന വാങ്ങിക്കാൻ വന്ന പിള്ളേരാന്ന് തോന്നുന്നു. കൊള്ളാം അല്ലേ? ഇതൊക്കെ കൊള്ളാം. ഫ്രണ്ട് പൊക്കാൻ അറിയോ? കൊള്ളാല്ലേ? ആ പൊളി പിള്ളേര്. അടിക്കരുത്, ഞാൻ കളരിയാണ്. വേണ്ട. എങ്ങനെയെങ്കിലും പിടിച്ചേക്ക്, ഞാൻ ആംബുലൻസ് വിളിച്ചിട്ട് വരാം. കിട്ടിയടിയുടെ തീവ്രത വെച്ചിട്ട് മിനിമം ഒരാഴ്ചയെങ്കിലും കിടക്കേണ്ടി വരും. ഫിസിയോ മസ്റ്റാ. ഷുഗർ, BP, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, കിഡ്നി സ്റ്റോൺ, തൈറോയ്ഡ്, യൂറിക് ആസിഡ് ഇതൊക്കെ ഡയഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഈ കിഡ്നിയും ലിവറും ഒക്കെ ഉള്ളപ്പം അതിൻ്റെ ഒന്നും വില മനസ്സിലാവില്ല. എല്ലാത്തിനും സെപ്പറേറ്റ് ട്രീറ്റ്മെന്റ് വേണ്ടി വരും. ഇതിപ്പോ കാമുക ഇട്ടിട്ട് പോയ സങ്കടത്തിൽ വെള്ളമടി തുടങ്ങി ലിവർ സിറോസിസ് വന്ന് തട്ടിപ്പോയി എന്ന് പറഞ്ഞ പോലെയായി ആൻഡപ്പേട്ടന്റെ അവസ്ഥ. വെരി ഗുഡ് എക്സാമ്പിൾ. താങ്ക് യു. പേടിക്കണ്ട, നമ്മളൊക്കെ ഇല്ലേ. എന്നാ ഞാൻ പോട്ടെ. ടേക്ക് കെയർ. ഓക്കെ. നിക്ക് നിക്ക് നിക്ക്, നിങ്ങളൊക്കെ ആരാ? അത് ചോദിക്കാൻ നീ ആരാടാ? ഞാൻ ഇവിടുത്തെ അറ്റൻഡറാ. അറ്റൻഡൻസ് എടുക്കുന്ന നീ ആരാടാ? സ്കൂൾ മാസ്റ്റർ. ആ ഇന്റെ മോനെ. നടുവനിക്കൊരു ഓയിൽമെന്റ്.